പുതുക്കാട് മണ്ഡലത്തിൽ UDF ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. പുതുക്കാട് ആദ്യമായാണ് പുതുക്കാട് മണ്ഡലത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയെ UDF നിർത്തുന്നതെന്ന ഒരു പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. ബാബുരെ നമ്മോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് UDFന് നഷ്ടപ്പെട്ടിരിക്കുന്ന മണ്ഡലമാണ്. തിരിച്ചു പിടിക്കാൻ കഴിയുമോ? തീർച്ചയായും ഈ പ്രാവശ്യം തിരിച്ചുപിടിക്കും. കഴിഞ്ഞ 20 കൊല്ലക്കാലമായി LDFിൻ്റെ ജനപ്രതിനിധികളാണ് അവിടെ പ്രതിദാനം ചെയ്തിട്ടുള്ളത്. ശ്രീ KP വിശ്വനാഥൻ 1987 കൊടകര നിയോജകമണ്ഡലത്തിൽ അവിടെ വന്ന് തുടർച്ചയായി 19 കൊല്ലക്കാലം MLAയും 2 തവണ മന്ത്രിയുമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു. അതിനുശേഷം പ്രാദേശികമായിട്ടുള്ള ഒരാളെ ജനപ്രതിനിധിയെ വേണമെന്നുള്ളത് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ആഗ്രഹം ഇപ്പോഴാണ് സഫലീകരിച്ചത്. കഴിഞ്ഞ 2 തവണകളായി നിയോജകത്തിൽ പുറത്തുള്ള സ്ഥാനാർത്ഥികളാണ് അവിടെ ജനപ്രതിനിധികളായി മത്സരിക്കാനായിട്ട് എത്തിയത്. അത് ഇപ്രാവശ്യം വന്നിട്ട് വലിയ ആഹ്ലാദത്തിലാണ്, എല്ലാ ജനവിഭാഗങ്ങളും ആഹ്ലാദത്തിലാണ്. UDFിൻ്റെ പ്രവർത്തകർ വളരെ ആവശ്യത്തിലാണ്. അദ്ദേഹം തുടങ്ങി വെച്ച പല പദ്ധതികളും ഇന്ന് പൂർത്തീകരിക്കാതെ നിൽക്കുന്നുണ്ട്. ആ പദ്ധതികളെല്ലാം ഞാൻ ജനപ്രതിനിധിയായി വന്നാൽ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യത്തെ. മണ്ഡലത്തിലെ പഞ്ചായത്തുകളൊക്കെ അവസ്ഥ എങ്ങനെയാണ്? തീർച്ചയായിട്ടും 8 പഞ്ചായത്തുകളാണ് ഈ നിയോജകമണ്ഡലത്തിലുള്ളത്. അതിൽ 3 പഞ്ചായത്തുകൾ മാത്രമാണ് LDFിൻ്റെ കയ്യിലുള്ളത്. ബാക്കി എല്ലാ പഞ്ചായത്തുകളും UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ് അവിടെ ഭരണം നടത്തുന്നത്. അതിൽ വലിയൊരു മുന്നേറ്റം ഞങ്ങൾക്ക് ഈ തവണ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ജനങ്ങൾ വളരെ ആകാംക്ഷയോടും അതുപോലെ തന്നെ പ്രതീക്ഷയോടും കൂടിയാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഒരു KP വിശ്വനാഥൻ്റെ പിൻഗാമിയെ കണ്ടെത്താൻ പറ്റും തവണ? തീർച്ചയായിട്ടും അത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്, അത്തരത്തിലാണുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തെ ഞങ്ങൾക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. ആ നിയോജകമണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഫോറസ്റ്റ് റോഡുകൾ, ഇലക്ട്രിസിറ്റി എത്തുന്ന കാര്യങ്ങൾ, ഗ്രാമീണ റോഡുകളൊക്കെ ആ കാലഘട്ടങ്ങളിൽ കോടിക്കണക്കിന് ഉറുപ്പികയുടെ വികസന പ്രവർത്തനങ്ങൾ. KP വിശ്വനാഥന് ശേഷം അവിടെ വികസനം നടന്നിട്ടില്ല. അതിനുശേഷം നടന്നിട്ടുള്ള ഒരു വികസനവും പറയത്തക്ക വികസനങ്ങളൊന്നും നടന്നില്ല. അവിടെ റെഗുലേറ്റർ പിടിച്ച് ഞാൻ വികസനം മുന്നോട്ട് വെച്ചിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും ആ പ്രദേശം ഒരു പിന്നോക്ക പ്രദേശമായിട്ടാണ്. അതുപോലെ മലയോര ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ നിയോജകമണ്ഡലം. അപ്പോൾ അവിടെ KP വിശ്വനാഥൻ്റെ ഒരു ഏറ്റവും അടുത്ത അനുയായി തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് MLA ആയിട്ട് വരും നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ ഒരുപാട് കാലമായി പുതുക്കാട് മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു UDFന്. ഇത്തവണ അതിന് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷ, അതോടൊപ്പം തന്നെ പ്രാദേശികമായ ഒരു വ്യക്തിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ UDF തീരുമാനിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.